ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കടുമാങ്ങൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുക്കറിലാണ് നമ്മൾ ഇന്ന് കടുമാങ്ങ തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്. എല്ലാം കുക്കറിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് ഒരു വിസിലടിച്ചാൽ മതി. സംഭവം സെറ്റ് തന്നെ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. ഇനി ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇടുക. ഒരു 4-5 ചെറിയുള്ളിയും 4-5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ചതച്ചതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2-3 മാങ്ങ ചെറുതായി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ശർക്കരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക. മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വിസിലായിട്ടുണ്ട്. ഇനി വിസിൽ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളെ മാങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു. നല്ല കുഴപ്പമില്ല. നമ്മൾ ചൂടാറുമ്പോൾ ഈ വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.